നീറോസിന് എതിരായ ലൈംഗിക അധിക്ഷേപ കേസിൽ നിലവിൽ റിമാൻഡിൽ തുടരുന്ന ബോബി ചെമ്മണ്ണൂരിന് നിർണായകമാണ് ഇന്നത്തെ ദിവസം. ബോബി ചെമ്മണ്ണൂർ ഇന്ന് ജില്ലാ സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകും. ഇന്ന് ജാമ്യം ലഭിച്ചില്ല എങ്കിൽ വരുന്ന 2 ദിവസം അവധിയാണ്. അതിനുശേഷം മാത്രമേ ജാമ്യ നീക്കം തുടരാൻ സാധിക്കുകയുള്ളൂ. അതല്ല, ഞാൻ ചെയ്തിട്ടില്ല. ചെയ്തില്ലെങ്കിൽ കോടതി ജയിലിലേക്ക് വിടുവോ? ശിക്ഷിച്ചിട്ടില്ലല്ലോ. ജാമ്യം നിഷേധിച്ചിട്ടുണ്ടോ? നാളെ ജില്ലാ കോടതിയിൽ ജാമ്യത്തിന് മൂവ് ചെയ്യുന്നുണ്ട്. എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 2 നിന്ന് ജാമ്യം ലഭിക്കുമെന്ന ഉറച്ച വിശ്വാസമായിരുന്നു ബോബി ചെമ്മണ്ണൂരിന്. വാദിക്കാൻ മുതിർന്ന അഭിഭാഷകൻ ബി രാമൻപിള്ള എത്തിയിട്ടും ജാമ്യം നിഷേധിച്ചത് ബോബി ചെമ്മണ്ണൂരിന് തിരിച്ചടിയായി. മുൻകൂർ ജാമ്യത്തിനുള്ള നീക്കം പോലും തുടങ്ങും മുൻപ് പഴുതടച്ച് അകത്താക്കിയ പോലീസ് കോടതിയിൽ ജാമ്യം നൽകുന്നതിനെ ശക്തമായി തന്നെ എതിർത്തു. അറസ്റ്റിലായ ശേഷമുള്ള പ്രതിയുടെ പെരുമാറ്റങ്ങൾ നിയമവ്യവസ്ഥയോട് പുല്ലുവില കൽപ്പിക്കുന്നതാണെന്ന് തെളിയിക്കുന്നുവെന്ന് പറഞ്ഞാണ് ജാമ്യാപേക്ഷയെ എതിർത്ത് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയത്. ജാമ്യം നൽകിയാൽ സാക്ഷികളെ സ്വാധീനിക്കാനിടയുണ്ടെന്ന പോലീസ് വാദവും കോടതി അംഗീകരിച്ചു. പ്രോസിക്യൂഷനും ഇന്നലെ കോടതിയിൽ തങ്ങളുടെ ഭാഗം കൃത്യമായി അവതരിപ്പിച്ചു. പോലീസ് വൈദ്യപരിശോധന കൃത്യമായി നടത്തിയില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിക്കാനാണ് ബോബി ചെമ്മണ്ണൂരിന്റെ നീക്കം. ജില്ലാ കോടതിയിലും ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലെ വാദങ്ങൾ പ്രോസിക്യൂഷൻ ആവർത്തിക്കും. ഇന്ന് ജാമ്യം ലഭിച്ചില്ലെങ്കിൽ 2ാം ശനിയായ നാളെയും ഞായറാഴ്ചയും ഹൈക്കോടതിയെ സമീപിക്കാനാകില്ല. 2 ദിവസം കൂടി ബോബി ചെമ്മണ്ണൂർ ജയിലിൽ കിടക്കേണ്ടിവരും. ഈ സാഹചര്യം ഒഴിവാക്കാനുള്ള തീവ്ര ശ്രമങ്ങളാണ് ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകർ നടത്തുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. അതേസമയം ഇപ്പോൾ ഏറ്റവും പുതിയ വിവരമായി പുറത്തുവരുന്നത് ഹൈക്കോടതിയെ തന്നെ ബോബി ചെമ്മണ്ണൂർ സമീപിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ തന്നെ ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകർ ഇത്തരത്തിൽ പ്രതികരിച്ചിരുന്നു. എവിടെയാണ് ഇനി ജാമ്യാപേക്ഷ നൽകേണ്ടത് എന്നത് മുതിർന്ന അഭിഭാഷകനുമായി ആലോചിച്ച ശേഷം തീരുമാനിക്കുമെന്നുള്ളതായിരുന്നു. ഇന്നലെ രാത്രിയാണ് ബോബിയെ കാക്കനാട് ജില്ലാ ജയിലിൽ എത്തിച്ചത്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, ഹൈക്കോടതിയാണ് സമീപിച്ചിട്ടുള്ളത്. മുതിർന്ന അഭിഭാഷകർ കഴിഞ്ഞ ദിവസമടക്കം ഹാജരായി എങ്കിലും പ്രോസിക്യൂഷന്റെ വാദങ്ങളെയാണ് കോടതി അംഗീകരിച്ചത്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമീപനവും ഇടപെടലും ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടാകും എന്ന് പ്രതീക്ഷിക്കാനുണ്ടാകുന്ന സാഹചര്യം എന്താണ്? ഇപ്പോൾ ഫയൽ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അപ്പീൽ നൽകിക്കഴിഞ്ഞു? ഇന്ന് തന്നെ ഈ വിഷയം പരിഗണിക്കാനുള്ള സാധ്യതയുണ്ടോ? അഭിലാഷ്, ഈ ഫയലിംഗ് ആയിട്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അതേസമയം ഈ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഇന്ന് തന്നെ ഈ ജാമ്യ ഹർജി പരിഗണിക്കാനുള്ള സാധ്യതയുണ്ടോ? ചിലപ്പോൾ അടുത്ത ദിവസത്തേക്ക് മാറ്റി വെച്ചേക്കാമെന്നൊരു മുൻകൂർ പ്രഡിക്ഷനും കൂടി, അത്തരത്തിൽ കൂടി ഒരു നീക്കം കൂടി ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായേക്കാമെന്നൊരു വിചാരത്തിൽ തന്നെയാണ് ഈ അഡ്വക്കേറ്റ്സും ഉള്ളത്. അഡ്വക്കേറ്റ് ജിയോപോളുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണ്. ഈ ഫയലിംഗ് ആണ്, അതായത് ഇനി അടുത്ത ദിവസം എന്ന് പറയുന്നത് സെക്കൻഡ് സാറ്റർഡേയും പിന്നെ സൺഡേയുമാണ്. ഈ 2 ദിവസങ്ങളും കോടതി അവധിയാണ്. ഏതെങ്കിലും സാഹചര്യത്തിൽ ജില്ലാ കോടതി ജാമ്യം നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ പിന്നീട് ഹൈക്കോടതിയിലേക്ക് സമീപിക്കുക എന്നതിനേക്കാൾ കുറച്ചുകൂടി പ്രായോഗികമായത് ഹൈക്കോടതിയെ നേരിട്ട് ജാമ്യ ഹർജിയുമായി സമീപിക്കുക എന്നൊരു തീരുമാനത്തിലെത്തിയത് കൊണ്ടാണ് ഹൈക്കോടതിയെ സമീപിക്കാൻ. ഇന്നലെ അതല്ലെങ്കിൽ ഇന്ന് രാവിലെ വരെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് ജാമ്യ ഹർജി പരിഗണിക്കുന്നത്, അല്ലെങ്കിൽ ജാമ്യ ഹർജി നൽകുന്നത് എന്നായിരുന്നു അറിയിച്ചിരുന്നത് അങ്ങനെയായിരുന്നു. അതേസമയം ഇവരുടെ ബോബി ചെമ്മണ്ണൂരിന്റെ അഡ്വക്കേറ്റ്സ് തന്നെ അക്കാര്യത്തിൽ ക്ലാരിറ്റി വരുത്തിയിട്ടുണ്ട്. ഹൈക്കോടതിയിൽ ഈ ഫയലിംഗ് ആയിട്ട് ഓൺലൈനായിട്ട് തന്നെ ഈ ജാമ്യ ഹർജി സമർപ്പിച്ചിട്ടുണ്ട്. അത് അല്പസമയത്തിനകം പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. എന്തായാലും ഒരുപക്ഷെ അടുത്ത ദിവസങ്ങളിലേക്ക് മാറ്റിവെച്ചേക്കാം, അതല്ലെങ്കിൽ ജാമ്യ ഹർജിയിൽ ഇന്ന് തന്നെ വിധിയുണ്ടായേക്കാം. ആദ്യത്തേതാണെങ്കിൽ ഒരു പക്ഷേ ജാമ്യം തള്ളുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ബോബി ചെമ്മണ്ണൂരിന് റിമാൻഡ് കാലാവധി തുടരേണ്ടി വരും. റിമാൻഡിൽ തുടരുന്ന ഒരു സാഹചര്യത്തിലേക്ക് അത് പോകും. അതേസമയം അതല്ല ജാമ്യം ലഭിക്കുകയാണെങ്കിൽ ഈ 2 ദിവസം എന്ന് പറയുന്നത്, അതായത് ശനിയും ഞായറും അവധി ദിവസമായിരുന്നുള്ള റിസ്ക് കൂടി ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇന്ന് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. അത് കൂടുതൽ ആപ്ലിക്കബിൾ ആക്കാം. പക്ഷേ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഇന്നലെ വളരെ ശക്തമായിട്ട് തന്നെയാണ് പ്രോസിക്യൂഷൻ, അതായത് സംസ്ഥാനത്ത് തന്നെ മുതിർന്ന അഭിഭാഷകരുടെ ബി രാമൻപിള്ള അസോസിയേറ്റ്സ് ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി ഹാജരായിരുന്ന സാഹചര്യത്തിൽ പോലും വളരെ ശക്തമായി പ്രോസിക്യൂഷന് തൻ്റെ ഭാഗം കോടതിക്ക് മുൻപാകെ ക്ലിയർ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതും മാത്രമല്ല, ബോബി ചെമ്മണ്ണൂരിന് ഇത്തരത്തിലുള്ള ഒരു കേസിൽ, അതായത് ഭാരതീയ ന്യായ സംഹിതയാണ്, IPC അല്ല, ഭാരതീയ ന്യായ സംഹിത 75
അതിലെ റൂൾ അനുസരിച്ച് 75(1)ഉം 75(4)ഉമാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ. ഇത് രണ്ടും അനുസരിച്ച് ജാമ്യം ലഭിക്കാത്ത കുറ്റമാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് IPC അല്ല എന്ന് വ്യക്തമായി എടുത്ത് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇതൊരു സന്ദേശമാണ്, സമൂഹത്തിന് നൽകുന്ന സന്ദേശമാണ്. അതായത് ഇൻ കേസ് ഏതെങ്കിലും സാഹചര്യത്തിൽ ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കോടതി പോയിരുന്നെങ്കിൽ ഇത് സമൂഹത്തിന് നൽകുന്ന തെറ്റായ സന്ദേശമാണ്. അതായത് സ്ത്രീക്ക് നേരെ തീർച്ചയായും അവിടെ പ്രോസിക്യൂഷന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രധാനപ്പെട്ട വാദങ്ങളിൽ ഒന്ന് എന്നത് ബോബി ചെമ്മണ്ണൂർ വലിയൊരു വ്യാപാരിയാണ്, അദ്ദേഹത്തിന് ധാരാളം സമ്പത്തുണ്ട്, ആ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് സാക്ഷികളെ അടക്കം സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹത്തിന് കേരളത്തിന് പുറത്തും വിദേശത്തും വ്യാപാര സ്ഥാപനങ്ങളുണ്ട്, അവിടേക്ക് അദ്ദേഹം കടക്കുവാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ഏറ്റവും പ്രധാനപ്പെട്ടതായി ഇപ്പോൾ പരാതി നൽകിയിട്ടുള്ള വ്യക്തിയെ അപായപ്പെടുത്താൻ പോലും ശേഷിയുണ്ട് അദ്ദേഹത്തിന് എന്ന വാദം കൂടി പ്രോസിക്യൂഷൻ ഉന്നയിച്ചിരുന്നു. ഇന്നലെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്, കോടതിയിൽ ഹാജരാക്കുന്ന പ്രതി കോടതി വാദം കേട്ട ശേഷം റിമാൻഡിന് അയക്കുന്നു, വൈദ്യപരിശോധനയ്ക്കായി ആശുപത്രിയിൽ എത്തിക്കുന്നു, അവിടെ ഡോക്ടർമാർ കൃത്യമായി പരിശോധന നടത്തി അദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ല എന്ന് വിലയിരുത്തുന്നു. അങ്ങനെ കോടതിയിൽ നിന്ന് അല്ലെങ്കിൽ കോടതി നിർദ്ദേശപ്രകാരം ആശുപത്രിയിൽ നിന്ന് ജയിലിലേക്ക് മാറ്റുന്ന പ്രതിക്ക് വേണ്ടി ഒരു കൂട്ടം ആളുകൾ അവിടെ തടിച്ചുകൂടുന്നു, വാഹനം തടയുന്നു, വാഹനം തല്ലിത്തകർക്കാൻ പോലുമുള്ള ശ്രമം നടക്കുന്നു. അപ്പോൾ പ്രോസിക്യൂഷന്റെ ഒരു വാദം എന്നത് ഇതായിരുന്നു, ഇത്തരത്തിൽ സ്വാധീനം ചെലുത്താൻ, പണം മുടക്കാൻ, അങ്ങനെ ബോബിക്ക് വലിയ ഫാൻസ് ഉണ്ട്, ആരാധകരുണ്ട്, അവർ ആരെയും തല്ലാനും കൊല്ലാനും ഒക്കെ നമ്മുടെ നിയമവ്യവസ്ഥയെ പോലും ചോദ്യം ചെയ്യാൻ പോലും ശേഷിയുള്ളവരാണ്. ഇനി ഹൈക്കോടതിയിലേക്ക് എത്തുമ്പോഴും പ്രോസിക്യൂഷൻ ഇത് മറ്റൊരു പിടിവള്ളിയായി മാറുന്ന സാഹചര്യമില്ലേ? എന്താണോ കോടതിയിൽ കീഴ്ക്കോടതിയിൽ വാദിച്ചത് അതിന് സമാനമായത് പിന്നീട് കേരളം കണ്ടു എന്ന വാദം, അതുൾപ്പെടെ എങ്ങനെ പ്രതിരോധിക്കാൻ ആയിരിക്കും ബോബിയുടെ ശ്രമം? അഭിലാഷ് സൂചിപ്പിച്ച കാര്യം അങ്ങേയറ്റം ശരിയാണ്. കാരണം ഇന്നലെ ബോബി ചെമ്മണ്ണൂരിന്, അതായത് അദ്ദേഹം പൂർണ്ണമായും വിശ്വസിച്ചിരുന്നു, അല്ലെങ്കിൽ ഉറപ്പിച്ച് വിശ്വസിച്ചിരുന്നു ഈ കാര്യത്തിൽ ജാമ്യം കിട്ടാതെ പോകുന്ന ഒരു സാഹചര്യവുമില്ല, തനിക്ക് ജാമ്യം കിട്ടും, വളരെ ഈസിയായി ഇതിന് മുന്നിലൂടെ ഇറങ്ങിപ്പോകാമെന്ന് അദ്ദേഹം തെറ്റിദ്ധരിച്ചിരുന്നു. പക്ഷേ അതുവരെയും അദ്ദേഹം മീഡിയയോട് സംസാരിക്കുമ്പോൾ നിയമത്തോട് കാണിച്ച, അല്ലെങ്കിൽ നിയമവ്യവസ്ഥയോട് കാണിച്ച ധാർഷ്ട്യം എന്നുള്ള നിലയിലാണ് പോലീസ് ഇക്കാര്യം കോടതിക്ക് മുൻപാകെ പ്രസന്റ് ചെയ്തത്. കാരണം താൻ തെറ്റ് ചെയ്തിട്ടില്ല, ഇക്കാര്യത്തിൽ കുറ്റബോധവുമില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് അത് നീങ്ങുമ്പോൾ, അതായത് നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡിലേക്കാണ് ബോബി ചെമ്മണ്ണൂരിൻ്റെ ബോഡി ലാംഗ്വേജ്, ബോബി ചെമ്മണ്ണൂർ ആ തരത്തിലാണ് റെസിസ്റ്റ് ചെയ്യുന്നതും എന്നുള്ള കാര്യങ്ങളൊക്കെ കോടതിയെ ഇന്നലെ ബോധ്യപ്പെടുത്താൻ, വളരെ ഈസിയായി ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതും വ്യക്തമാണ്. അതിനുശേഷം ഈ വിധി വരുമ്പോൾ ബോബി ചെമ്മണ്ണൂർ ബോധരഹിതനാകുന്നു, BP കൂടിയതാണെന്ന് വിലയിരുത്തലാണ് ആ സമയത്തുണ്ടായിരുന്നത്. അതിനുശേഷം വൈദ്യപരിശോധന നടത്തിയപ്പോൾ നേരെ, അതായത് കോടതി മുറിയിൽ വിശ്രമിക്കാൻ അനുവദിക്കുന്നു, അതിനുശേഷം നേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ചെന്നപ്പോഴും ഡോക്ടർമാർ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില, അദ്ദേഹം ഹെൽത്തിയാണ് എന്നുള്ള ഒരു റിസൾട്ട് തന്നെയാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഡോക്ടർമാർ നിഗമനത്തിലെത്തിയത്. പക്ഷേ അത്രയും, അതായത് വൈദ്യപരിശോധന കഴിഞ്ഞ് ഇറക്കുന്നൊരു എന്തെങ്കിലും ഇത്തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഒരു പ്രതിയാണെങ്കിൽ ഉറപ്പായിട്ടും അത് അത്തരത്തിൽ തന്നെ മെഡിക്കൽ ഓഫീസർമാർ സജസ്റ്റ് ചെയ്യുകയും ട്രീറ്റ്മെൻറ്റ് വേണമെങ്കിൽ അവിടെ ചികിത്സയിൽ കഴിയണമെന്നോ അതല്ലെങ്കിൽ അഡ്മിഷൻ വേണമെങ്കിൽ അത്തരത്തിൽ അതിനെ സമീപിക്കുകയും ചെയ്യുക തന്നെയാണ് മെഡിക്കൽ ഓഫീസേഴ്സ് സാധാരണയായി ചെയ്യാറുള്ളത്. പക്ഷേ അദ്ദേഹം ഹെൽത്തിയാണ്, അദ്ദേഹത്തെ റിലീസ് ചെയ്യാം, അതേ ഓഫീസ് ആശുപത്രിയിൽ നിന്ന് കൊണ്ടുപോകാമെന്ന് പറയുമ്പോഴും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇത് വലിയ സംഘർഷത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിലായി. ഏത് ജുഡീഷ്യറി ആയാൽ എന്താ എന്നുള്ള തരത്തിലാണ് ഇവരുടെ ഫാൻസ് പ്രതിഷേധിച്ചത് എന്നുള്ള ഒരു കാര്യം വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വാദത്തിന് അങ്ങേയറ്റം പ്രാധാന്യമുണ്ട്. കാരണം തീർച്ചയായും ഞാൻ സൂചിപ്പിക്കുന്നത് പോലെ ഇന്നലെ കോടതിയിലും നാടകീയമായ ഒട്ടേറെ രംഗങ്ങൾ ഉണ്ടായിരുന്നു. വിധി പ്രസ്താവത്തിന്റെ സമയത്ത് ബോബി ചെമ്മണ്ണൂരിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട സാഹചര്യം, പിന്നീട് വൈദ്യപരിശോധനയ്ക്കായി ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന പശ്ചാത്തലം. എന്തായാലും ഇപ്പോൾ കാക്കനാട് ജില്ലാ ജയിലിൽ ആണ്, അവിടെ നല്ല ആശുപത്രി സൗകര്യങ്ങളും പോലീസിന്റെ ഒപ്പം ഡോക്ടർമാരുടെ സംഘവും ഒക്കെയുള്ള ജയിലിൽ തന്നെയാണ് ഇപ്പോൾ തുടരുന്നത് ബോബി ചെമ്മണ്ണൂർ. ഒരുപക്ഷെ ആരോഗ്യ സാഹചര്യങ്ങൾ കൂടി ഹർജി പരിഗണിക്കുമ്പോൾ ഉയർത്തിക്കാണിക്കാനുള്ള സാധ്യതയും മുന്നിൽ ഉണ്ട്.